ഈ ലോകത്ത് ഒരാളും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കില്ല. അതിന് നിങ്ങൾ തന്നെ പരിശ്രമിച്ചേ മതിയാകൂ. ഇവിടെ ഒരാൾക്കും മറ്റൊരാളുടെ ജീവിതം നന്നാകുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെങ്ങനെ? നിങ്ങൾ ദരിദ്രനായിരുന്നാൽ ആരും നിങ്ങളെ കണ്ട പാവം പോലും നടിക്കില്ല. നിങ്ങളുടെ കൈവശം പണമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളൊരു അഹങ്കാരിയായിരിക്കും. ഇനി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായാൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കും. പറഞ്ഞു വന്നത് ഇത്രമാത്രം. നിങ്ങൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനും പരിഹസിക്കാനും ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളെപ്പോഴും ഒറ്റയ്ക്കാണെന്ന് ഓർക്കുക. ഒറ്റയ്ക്ക് നിന്ന് തന്നെ പൊരുതാൻ ശ്രമിക്കുക. നിങ്ങൾ വ്യക്തികൾക്ക് പുറകെയല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പുറകെയാണ് സഞ്ചരിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ വ്യക്തിയെയും നഷ്ടപ്പെടും, നിങ്ങളുടെ ജീവിതവും നഷ്ടപ്പെടും. ഈ ലോകത്ത് ആരും ആരുടെയും സ്വന്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തുള്ള എല്ലാവരെയും നന്നാക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെടും. മോശം വഴികൾ നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം കാലിലെ ചെരുപ്പ് മാറ്റിയിടുക എന്നത്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി. ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. കാരണം ആ ഒറ്റപ്പെടലാണ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുക. നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ ഒറ്റപ്പെടൽ സഹായിക്കും. മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ അവരെക്കാൾ എത്രയോ മുകളിലാണ്. അത് മറക്കാതിരിക്കുക. എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഓരോ നീക്കങ്ങളും ഇന്നെനിക്കറിയാം. എന്നാൽ അത് എനിക്കറിയാം എന്നത് അവർക്കൊരിക്കലും അറിയില്ല എന്നതാണ് മറ്റൊരു തമാശ. നിങ്ങൾ ഈ ലോകത്തിലെ എത്ര മൂല്യമുള്ള വസ്തുവും ആഗ്രഹിക്കുമ്പോൾ വാങ്ങാവുന്ന തരത്തിൽ ധനികനാകൂ. അതോടൊപ്പം ഈ ലോകത്തിലെ ഒരു ധനികനും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത അത്രയും മൂല്യമുള്ള വ്യക്തിയായി നിങ്ങൾ മാറൂ. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ ജീവിതം കൊണ്ട് വിജയിച്ചു കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്വപ്നം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നേടിയെടുക്കുന്നത് വരെ നിരന്തരം പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. കയ്യിലെ രേഖയിലുള്ള ഭാഗ്യം നോക്കി ഒരിക്കലും ഇരിക്കരുത്. ഒന്നോർക്കുക, കൈയില്ലാത്തവർക്കും ഈ ലോകത്ത് ഭാഗ്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും പഠനം മറക്കരുത്. കാരണം ജീവിതം ഓരോ നിമിഷവും പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ജീവിതത്തിൽ പഠനം ഉപേക്ഷിച്ചാൽ ജീവിതം നിങ്ങളെ പഠിപ്പിച്ചു തുടങ്ങും. അത് നിങ്ങളെ സംബന്ധിച്ച് വേദനാജനകവുമായിരിക്കും. മുന്നോട്ടുള്ള യാത്രയിലെ സംഘർഷങ്ങളെക്കുറിച്ചോർത്ത് ഒരിക്കലും വിഷമിച്ചിരിക്കരുത്. സംഘർഷങ്ങൾ നിങ്ങളെ വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും.